ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക് റിലീസ് ചെയ്യാൻ 3.5 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമായി 78 ലക്ഷം രൂപയോളമാണ് ഫൈനലായി വന്നിരിക്കുന്നത് എന്നാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് 1 കോടിയിലേക്ക് എത്തി എന്നുള്ള ഒരു റിപ്പോർട്ടുമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് ഈ ഒരു വർഷം ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ നമ്പർ 1 ആയിട്ടുള്ള പ്രീസെയിലാണ് എന്നുള്ള ഒരു കാര്യമാണ് മലയാളത്തിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും മികച്ച ഒരു പ്രീസെയിൽ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മമ്മൂട്ടി സിനിമയാണ്, ഒരു സൂപ്പർ താര ചിത്രമാണ്. എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനാണ് എത്തിയിരിക്കുന്നത്. ഇനിയും കേരളത്തിൽ എത്ര തിയേറ്ററുകളിൽ സിനിമയുണ്ട് എന്നുള്ളതിനും റിപ്ലൈ വന്നിരിക്കുന്നു. അത് 204ഓളം തിയേറ്ററുകളാണ് കേരളത്തിൽ സിനിമ ഉള്ളത്. എന്തായാലും സിനിമയ്ക്ക് മികച്ച രീതിയിൽ UK, യൂറോപ്പിൽ മികച്ച ഒരു രീതിയിലാണ് സിനിമയ്ക്ക് തിയേറ്ററുകൾ ലഭ്യമായിരിക്കുന്നത്. സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് UK-യിലും അതേപോലെ തന്നെ ജർമ്മനി, നോർവേ, ഫ്രാൻസ്, മാൾട്ട, നെതർലാൻഡ്, ബെൽജിയം, ലക്സംബർഗ്, അയർലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ആ ഒരു തിയേറ്റർ കൗണ്ട് അല്ലെങ്കിൽ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ UK-യിലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു തിയേറ്ററാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇന്ത്യയിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ തമിഴ്നാട്ടിൽ നമുക്ക് റിലീസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. മമ്മൂട്ടി ഇടപെട്ടോ എങ്ങനെയാണോ എന്തോ ആ ഒരു കാര്യവും അവിടെ തീർക്കുന്നു. ഇവിടെ ചെന്നൈയിൽ അത്യാവശ്യം നല്ല ലെവലുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് തിയേറ്ററുകളായിട്ട് കോയമ്പത്തൂരിൽ ഏകദേശം 8-9 തിയേറ്ററുകളുണ്ട്. നമുക്കറിയാം ഇതൊരു മലയാള സിനിമയാണ്. തമിഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, വേറെ ഒരു ലാംഗ്വേജും ഇല്ല. അപ്പം മലയാളം മാത്രമാണ്. സിംഗപ്പൂരിലും സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു തിയേറ്റർ കൗണ്ടുകളും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അതേപോലെ ആന്ധ്രാപ്രദേശിലും സിനിമയ്ക്ക് അത്യാവശ്യം ഷോകൾ അതേപോലെ തിയേറ്ററുകൾ ഏകദേശം 15-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു ചെറിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. കർണാടകത്തിൽ മികച്ച രീതിയിൽ, അതായത് നല്ല മാർക്കറ്റുള്ള ഏരിയ തന്നെയാണ് മമ്മൂട്ടിക്ക്. കർണാടകവും അതേപോലെ തന്നെ തമിഴ്നാടും അവിടെയൊക്കെ അത്യാവശ്യം നല്ല ലെവലിലുള്ള ഒരു തിയേറ്റർ കൗണ്ട് കിട്ടുന്നു. ഇതൊരു വലിയ മാസ് പടമോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഗംഭീരമായിട്ടുള്ള ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തിയേറ്റർ കൗണ്ടുകളും ഷോ കൗണ്ടുകളുമാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും സിനിമയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാനും കഴിയുന്നത്. എന്തായാലും കാത്തിരിക്കാം. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ഇവിടെയും ആളിക്കത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറുകൾക്ക് ഇടയിൽ ഏകദേശം 36,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മൊത്തത്തിൽ ഇന്നലെ മാത്രമായിട്ട് വിറ്റുപോയത് 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകളുമാണ്. എന്തായാലും ഗംഭീരമാകട്ടെ, അതിഗംഭീരമായിട്ടുള്ള വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ആരൊക്കെയാണ് തിയേറ്ററിലേക്ക് പോകുന്നതെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.